ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് അവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ ഒരു പുഡിങ്ങും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെഡി ആവല്ലേ എന്നൊക്കെ നോക്കാം കേട്ടോ. പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൈനാപ്പിൾ നല്ല മധുരമുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഷുഗറേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതായത് 2 ടേബിൾ സ്പൂൺ ഷുഗറേ ആഡ് ചെയ്തിട്ടുള്ളൂ. നല്ല മധുരമുള്ള പൈനാപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. എന്നിട്ട് ഇതിവിടെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പൈനാപ്പിൾ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ ചൈന ഗ്രാസ് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ഇതാ മിക്സിയിലൊന്നിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഇനി ബൗളിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ചൂടാവേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ചൂട് മതി കേട്ടോ. പക്ഷെ എൻ്റെ അടുത്തൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പാൽ നല്ലോണം ചൂടായിട്ട് ഞാൻ പൈനാപ്പിൾ മിക്സ് ചെയ്തത് അതിലേക്ക് ആഡ് ചെയ്തേക്ക് പാൽ നല്ലോണം പിരിഞ്ഞു വന്നു കേട്ടോ. ചൈന ഗ്രാസൊക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈന ഗ്രാസും മിൽക്ക് മെയ്ഡും പൈനാപ്പിളൊക്കെ ആഡ് ചെയ്തേക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുത്തത്. അതിലേക്ക് പാൽ ഇതാ നല്ലോണം പിരിഞ്ഞു വന്നിട്ട് അപ്പോൾ കുളമാക്കുമ്പോൾ ഞാൻ അവിടെ വെച്ചു. പിന്നെ എനിക്കത് ഉണ്ടാക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്ന് നോക്കുമ്പോൾ ഞാൻ വീണ്ടും പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചൈന ഗ്രാസ് വീണ്ടും കട്ട് ചെയ്തെടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു കേട്ടോ, മിൽക്ക് മെയ്ഡൊക്കെ. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതാ പൈനാപ്പിൾ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയ പുഡിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. അത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയതാണ് ഇപ്പുറത്തെ ബൗളിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.